പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കയും ഇബ്രാഹിം കുഞ്ഞിന്റെ മകളുമായ സൽമയെ നിക്കാഹ് കഴിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തും സർവോപരി സൽഗുണ സമ്പന്നനുമായ മുസ്തഫയ്ക്ക് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താട്ടാ. ഇവനേക്കാൾ നന്നായി വേറെ ആർക്കും എന്നെ അറിഞ്ഞൂടാ. അഞ്ചരയടിയൊരു ശീലമാക്കിയ കോന്തനാരാണ്? മിതല സ്കൂളിൽ തോറ്റു തോറ്റു പഠിച്ചതാരാണ്? വിവിധ ചെരുപ്പുകൾ അലവരാതി. परमेशि जगन्मातर महालक्ष्मी नमोस्तुते. नमोस्तुते. നിക്ക് ബാക്കി ഞാൻ പറയാം. നീ ഇപ്പുറത്തുനിന്ന് വരും, അവൾ അപ്പുറത്തുനിന്ന് വരും. ഹാളിൻ്റെ നടുക്ക് വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടും, കണ്ണും കണ്ണും തമ്മിലുടക്കും. ഇതല്ലേ പരിപാടി? ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ടെസ്റ്റ്. നമോസ്തുതേ. സുഹൃത്തിൻ്റെ ചേച്ചിയുടെ കല്യാണം കൂടാൻ വന്ന മൊഞ്ചത്തി കുട്ടിയിലേക്ക് എൻ്റെ മനസ്സ് കുതിച്ചു. കുതിച്ചു പാഞ്ഞ എൻ്റെ മനസ്സിന് പക്ഷെ കുതിച്ചു പാഞ്ഞ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാനായില്ല. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. വീഴ്ചയുടെ കടുപ്പം പരിക്കുകളില്ലാതിരുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. ഇടവും വലവും നിന്ന് കൂട്ടുകാരെന്നെ ശകാരിക്കുമ്പോഴും നേർത്ത ചില ശബ്ദങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എൻ്റെ മനസ്സ് മുഴുവൻ ആ മുഖമായിരുന്നു. ഞാൻ ഇടിച്ചു വീഴ്ത്തിയ ആദ്യത്തെ കാഴ്ചയിൽ എന്നെ വീഴ്ത്തിയ ഐഷേൻ്റെ മുഖം. എനക്കോളെ കാണണം. ഹോസ്പിറ്റൽ ഐഷ, മുമ്പ് പലതവണ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിരുന്നു. എന്നെ കാത്തിരുന്ന മറ്റൊരു അത്ഭുതം ആ ഹോസ്പിറ്റൽ മുറിയിലുണ്ടായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിൽ. അച്ഛൻ ഓരോ മാസം അമ്മയ്ക്ക് ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നത് അതെന്നെ നോക്കാനാണല്ലോ. അപ്പോൾ എനിക്ക് കളിപ്പാട്ടം ചോക്ലേറ്റ് വാങ്ങിച്ചു തരണ്ടേ? എനിക്കൊന്നും വാങ്ങിച്ചു തരൂല, സത്യം. അപ്പോൾ ഇത് അച്ഛനെ അറിയിക്കണ്ടേ? അതെ, പക്ഷെ അമ്മ അറിയാണ്ട് വേണം. അതിനാണ് ഈ ടെക്നിക്ക്. കളങ്ങളിൽ അക്ഷരങ്ങൾ ഒളിപ്പിക്കുന്ന ഒരു സൂത്രവിദ്യ ആ കൊച്ചു പെൺകുട്ടീനെ പഠിപ്പിച്ചു. A, B, C, D. ഓരോ അക്ഷരത്തിനും പകരമായിട്ട് ഓരോ കള്ളികൾ. B, A, G, bag. എഴുതുന്നയാൾക്കും വായിക്കുന്നയാൾക്കും അല്ലാതെ മറ്റാർക്കും പിടികിട്ടാത്തൊരു കോഡ് ഭാഷ. കൊള്ളാലോ. എന്താ ഇതിൻ്റെ പേര്? സ്റ്റെൻസിൽ. എനിക്കൊരു സഹായം ചെയ്യുക. ഐ ആം സോറി ഐഷ എന്നൊരു പേപ്പറിൽ എഴുതി തരുമോ ഈ സ്റ്റെൻസിൽ വെച്ചിട്ട്? ആ. എഴുതി തരാൻ പറഞ്ഞിട്ട് തിരിച്ചു തരാ? ഇതെനക്ക് വേണ്ടിയിട്ടല്ല, ആ കിടക്കുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടാ. മതമൊന്നും ഒരു വിഷയമല്ല. വിപ്ലവകരമായ പ്രേമത്തിൽ നമ്മൾ ആട്ടി ഉറച്ചു വിശ്വസിക്കണം.
അടി കിട്ടുമ്പോഴും ഇത് തന്നെ പറയണം. മിണ്ടായിരിക്കണം. ഒരു JDF നേതാവിന്റെ മരുമോനാണെങ്കിൽ എന്താ പ്രേമത്തിനാവുന്ന ഒരു തടസ്സമാൻ പാടില്ല. ആവാനേ പാടില്ല. പ്രത്യേകിച്ച് അയാളുടെ ലെതർ ഫാക്ടറി പൊട്ടിക്കാൻ നടക്കുന്ന നമ്മുടെ പാർട്ടിക്കാരോട് പുള്ളിക്ക് പ്രേമം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ അബ്ദു ആശയപരമായി പല തർക്കങ്ങളുണ്ട്. അടിയുടെ കാര്യത്തിൽ അത് ഉണ്ടാവില്ല. അബ്ദുൾ ഖാദറെ പഴയ കതിരൂർ കളറിയാ. കൺഗ്രാചുലേഷൻസ്. വില്ലന്റെ കുടുംബത്തിൽ തന്നെ പ്രേമിക്കണേ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. എടാ ഓക്ക് ഇവനെ ഇഷ്ടമുണ്ടേ. ഓളെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. ഇവനോ ഗവൺമെന്റിന് പോലും വേണ്ടാത്തൊരു ഗവൺമെന്റ് സ്കൂളിലും. അതും എങ്ങനെ തോറ്റ് പഠിച്ചു. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇംഗ്ലീഷ് ഉപന്യാസ രചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് അയച്ചിക്കാം. ഇവനാണെങ്കിൽ ഉപന്യാസത്തിന് ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടാ. പിന്നെയാ എനിക്കറിയാം. അതൊരു ഫുട്ബോൾ കളിക്കാരൻ്റെ പേരാ. എടാ അത് മെസ്സിയാടാ. ഇംഗ്ലീഷ് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനും സൗന്ദര്യമുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആയ കാലത്ത് ഒരു സ്ഥലവും മേടിച്ചിട്ടുള്ള ഒരു കുറിയിലും ചേർന്നിട്ടുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മലന്ന് കിടന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചിരിക്കുക. എന്തെന്നാണ് വായിക്കുന്നു? ചേച്ചി ഇങ്ങനെ ചാണകം മാറ്റി തീർക്കാനുള്ളതാണോ ജീവിതം? ഇവൾക്ക് ഈ പശുവിനെ വളർത്തുന്നതിന് പകരം വല്ല പോമറേനും പട്ടീനെയും വളർത്തിക്കൂടെ? പട്ടി പാല് തരില്ലെന്നേ ഉള്ളൂ. പാല് മിൽമേന്ന് വാങ്ങിയാൽ പോരെ? കുളിമുറി അറ്റാച്ച്ഡ് ബാത്റൂം പോലുമില്ല. ഐഷേനോട് ഞാൻ എന്ത് പറയും? ചിഞ്ചു അളിയ ഉമ്മയൊന്നും തരരുത്. ഇത് ഞാനാ. എന്താ ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം എവിടെ വെച്ചിട്ടാ? അട്ടപ്പാടിയില്ലോ. പയ്യന്നൂർ വെച്ചിട്ടാടാ. കാര്യം പറ. എടാ ഐഷ എന്തായാലും കലോത്സവത്തിനുണ്ടാവും. അതുകൊണ്ട് എനക്കും വരണം. വന്നോ? എനക്ക് അറ്റൻഡൻസ് കുറവാന്നു. എൻ്റെത് ഞാൻ തരൂല. ബോധമില്ലാത്തവനെ പറയുന്ന കേൾക്കടാ. ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ പങ്കെടുത്താൽ അറ്റൻഡൻസ് കിട്ടും. ഇനി എന്നെ ദഫ്മുട്ടിന് ടീമിൽ നിന്ന് എടുപ്പിക്ക്. ദഫ്മുട്ട അതെല്ലാം ബുദ്ധിമുട്ടാവും. ചിഞ്ചുവിനെ വിളിച്ച് ഞാൻ എൻ്റെ രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയും. പുലർച്ചയ്ക്ക് വീട്ടിൽ വാ. അലവലാതി. മാഷ് ചെറുപ്പക്കാരനാ. 17 വയസ്സോട് ദഫ്മുട്ട് പഠിപ്പിക്കാം. നീ എൻ്റെ കൂടെ എന്നാ മതി, എല്ലാം ശരിയാക്കാം. ചിഞ്ചുവിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോടാ. നീ എന്തും ചെയ്യും. ഒരിക്കലും വേഗം നടക്ക്. രാഹുലം കഴിഞ്ഞു. നീ അതൊക്കെ നോക്കുക. പിന്നെ ഇതിലൊക്കെ ഒരുപാട് കാര്യമുണ്ടെന്ന്. നജാഫ് ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിനൊരു ഫ്ലാഷ് ബാക്കോ? ഞാൻ സെയ്തർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എൻ്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ. എന്നേക്കാൾ 1-2 വയസ്സ് മുതിർന്നവരാ. നിജാദ്, മജീദ്. നമ്മുടെ ഗാങ്ങിൻ്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാളും. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം കുഞ്ഞുട്ടി സെയ്തർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചായക്കട നടത്തുന്നു. പക്ഷേ അന്ന് മജീദ് തലശ്ശേരിൻ്റെ രാജകുമാരനായിരുന്നു. മജീദിൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ.
മുറുക്കി പിടിച്ചിരിക്കും മോളെ. ഓൻ്റെ പേരെന്താടാ? മജാഫ്. സ്ഥലം തളാപ്പ്. ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കോനെ പൊക്കണം. സെയ്താർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മുടെ അങ്ങനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരല്ലേ? അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. ആ കൃഷ്ണേട്ടാ 3 കർച്ചീഫ് വേണം, വലുതെടുത്ത്. കർച്ചീഫ് മുറുക്ക കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒബ്ലാം കെട്ടിക്ക് അടി വീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പന്നി. ഓ ഓക്കെ 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 ഓക്കെ. അവിടെ തെണ്ടി വരുന്നുണ്ട്. ചെന്നിനായത്തിന്റെ പേരും മുട്ടയുടെ വെള്ളയും പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസം കൂടിയപ്പോൾ രാവണപ്രഭുവിലെ ഡയലോഗും കുറേ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിൻ്റെ പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോൾ. ശരിക്കും കിട്ടിയ? അപ്പൊ ഫാത്തിമയുടെ കാര്യം? ഫാത്തിമേല വേറെ വഴിക്ക് പോയി. നജാഫിനെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. സീതർപള്ളിയിലേക്ക് വരാൻ പേടിയായിട്ടുണ്ടാവും. അപ്പൊ ദഫ് മുട്ടും വടിയായി. സത്യം പറഞ്ഞ ഞാൻ എന്നോട് എൻ്റെ കൂട്ടുകാരോട് നന്ദി പറയേണ്ടവനാ. ഫാത്തിമ പോയതിനു ശേഷം ഞാൻ ഖദീജയായിട്ട് ലൈനാവുന്നത്. ആരാണവൾ? ചെമ്മീൻ ബിസിനസ്സുകാരൻ മൊയ്തൂട്ടിൻ്റെ മോള്. ഒറ്റ മോള്. ഓള് വന്നതിന് ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബൈക്ക് മാറ്റി, വീട് വാർത്തു, മാർബിൾ ഫ്ലോറിങ്, LCD TV. സ്നേഹം മാത്രം കൊടുത്താൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് സ്നേഹം കൊടുക്കാറായി. മച്ചേ, ഇവന്റെ കാര്യം? നാളെ രാവിലെ 7:30 മണിക്ക് പ്രാക്ടീസ്. ഉമ്മച്ചിക്കുട്ടിയാണ്. ഓള് തിരിഞ്ഞു നോക്കില്ല. ഓള് തിരിഞ്ഞു നോക്കടാ. എന്നെ തിരിഞ്ഞു നോക്കടാ. ഓളമ്മച്ചിക്കുട്ടിയാണ്. ഞാൻ നായറാ. നീ നായരാനും ഞാൻ എന്ത് ചെയ്യാനാടാ? മഞ്ജു. മഞ്ജുവാ? അപ്പൊ ചിഞ്ചു നിഞ്ഞ് വിട്ടാ? ഓ മിസ്റ്റർ നായർ, നിങ്ങൾ വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കണവരെ നിലവിലിടാ തെണ്ടി.
ഇടഞ്ഞ് ചൂടാവല്ലേ, ഞാനൊരൊറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? നീ എന്ത് ചെയ്യാൻ പോവാ? അപ്പോ അവൾ ഉറങ്ങിയില്ലേ? ഓക്ക് മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ, ഐഷ, ഐം സോറി ഐഷ. എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു. എൻ്റെ വീട്ടുകാരും എൻ്റെ തലേന്നതിന് മുമ്പ് ഞാൻ പറയാം. ഐ ലവ് യു ആയിഷ. ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സുഖ്യൻ കണ്ടിട്ടൊന്നും ഒരു സുഖമില്ല, പിന്നെ എങ്ങനെയാണ് പേര് വന്നത്? കാർന്ന് മോട്ടർ നോക്കലടാ. കാറ് വിട്ട് കണ്ടാ? പാവം കുട്ടി, ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ഊതണ്ട. ഓളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? ഓൾ എന്നെയല്ലേ നോക്കിയത്? ആ നോട്ടത്തിന് ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ കണ്ണിങ്ങോട്ടൊന്ന് പഞ്ഞില്ലേ? എടാ, എന്തെങ്കിലും ഒന്ന് പറയണം. കോടൊന്ന് കേട്ടടാ. ഗേൾസ് ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇന്റെ ഐഷന്റെ 5 അടി ശരീരത്തിൽ 5.5 ഇഞ്ച് ആകെ വെളി കാണുന്നേ. അല്ലെങ്കിൽ കണ്ണൊക്കെ പോയാൽ മൂക്കങ്ങോട്ടാ പോയി ചേച്ചാ, ഞാൻ എന്ത് പറയാനാ? Hey, excuse me. എന്താ? I've been watching you guys, okay? ഇപ്പുറത്ത് വന്നേ. ഇംഗ്ലീഷ് ഞാൻ ഈ ആയിഷാന്റെ പിന്നുള്ള നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. അത് പ്രശ്നമാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഡീൽ ചെയ്തോളാം. സാർ ആടെ ഇരി. ഞാനിവിടെ ഇരുന്നോളാം, പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ഇംതിയാസ് ഐഷൻ്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. 4 കൊല്ലമായിട്ട് അവനോളെ പ്രേമിക്കുക. ഹീസ് ഗോണ സ്ക്രൂ യു ഗൈസ്.
സ്ക്രൂ. Surface tension is a property of the force of a liquid that allows it to resist an ന്യൂ external മെസ്സേജ്, force. ടെക്സ്റ്റ് മെസ്സേജ്, Surface tension has the dimension of force per unit length or MUTTA. energy per unit area. പോയാൻ പറടാ. ഒരു പാട്ടുകാരൻ ഇംതിയാസ്. ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ളതാണ്. Deformed by ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലെന്ന്. potential stress. Viscosity describes a അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. of a measure of fluid friction. ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. The force of a liquid that മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ ഓന്നെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. surface tension മുസ്ലിമാണ്, പറഞ്ഞു കേട്ട് വെച്ച് കാണാൻ നല്ല മൊഞ്ചനും. energy per unit area. പക്ഷെ അതൊന്നും പ്രശ്നടാ. Viscosity is a measure. Vinod, what is the surface tension of oil in water? Abdo, സാർ ക്വസ്റ്റ്യൻ ഫോർ what is the surface tension of oil in water? സാർ ഐ വാസ് ആബ്സെന്റ് സാർ. Get out! The applied force is proportional to the area and velocity. നാലൊരു മുൻതൂക്കമുണ്ട്. Hence, ഓ മൊഞ്ചനാണ്, that the relation പോരാത്തിന് മുസ്ലിമും. the stress and velocity can be found. പക്ഷെ അതൊന്നും പ്രശ്നടാ. Can refer